സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ SIT തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കുമെന്ന് കൂടി അറിയണം. ഹരിമോഹൻ ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. ഹരി, ഇന്ന് വൈകിട്ടോടുകൂടി ഇനി കോടതിയിൽ ഹാജരാക്കുമോ തന്ത്രിയെ? റോഷിബാലിലേക്ക് പോവുകയാണ്. റോഷിബാൽ, പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത്. തുടർ നടപടികൾ എന്തായിരിക്കുമെന്നും അറിയണം. റോഷ്നി, ഇനി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നേരെ തന്ത്രിയെ കോടതിയിൽ ഹാജരാക്കുക എന്നതാണ്. അതിനുള്ള മറ്റ് കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തന്ത്രിയെ ഏതാണ്ട് 1 മണിക്കൂർ മുമ്പാണ് ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചത്. അന്വേഷണ സംഘം മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും ഈ തന്ത്രിയെ ചോദ്യം ചെയ്യുന്നതിനുണ്ടായിരുന്നു. അത് ക്രൈംബ്രാഞ്ച് മേധാവി തന്നെ നേരിട്ട് ചോദ്യം ചെയ്ത് തെളിവുകൾ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് അറസ്റ്റിലേക്ക് കടന്നത്. ഇനി റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കണം. റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കി കസ്റ്റഡി ആവശ്യമാണെങ്കിൽ കസ്റ്റഡി അപേക്ഷ കൂടി തയ്യാറാക്കിയതിനു ശേഷം നേരെ കൊല്ലത്തേക്ക് കോടതിയിലേക്ക് തന്ത്രിയുമായി അന്വേഷണ സംഘം പോകും. ഏറെ വൈകില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം തന്ത്രിയിൽ നിന്നും പ്രാഥമികമായ അന്വേഷണ സംഘത്തിന് ലഭിക്കേണ്ട വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. അത് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ, തന്ത്രിക്ക് ഈ സ്വർണ്ണക്കൊള്ളയുള്ള പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യൽ, ആ ചോദ്യം ചെയ്യൽ തന്ത്രിയിൽ നിന്നും ലഭിച്ച വിവരങ്ങളൊക്കെ ചേർത്തുകൊണ്ടാണ് അറസ്റ്റ് എന്ന ആ തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. സുപ്രധാനമായ അറസ്റ്റ് ഇനി കോടതിയിൽ ഹാജരാക്കുക എന്നാണ്. ആ റിമാൻഡ് റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പരാമർശിക്കുന്നുണ്ടാകുക, തന്ത്രി ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളിത്തം എന്തെന്ന് കൃത്യമായി റിമാൻഡ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തും. പിന്നീട് ഈ കസ്റ്റഡി ആവശ്യമാണെങ്കിൽ അതിലും വളരെ വിശദമായി കാര്യങ്ങൾ പ്രതിപാദിക്കും. ഏതായാലും വിശദമായ ചോദ്യം ചെയ്യലിന് തന്ത്രി വിധേയമാക്കേണ്ടി വരും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉൾപ്പെടെ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ നടത്തേണ്ടി വരും. മറ്റ് ഉദ്യോഗസ്ഥന്മാർ തന്ത്രി ഈ വിഷയത്തിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ അവർക്ക് വാക്കാൽ നൽകിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇതുവരെ അറസ്റ്റിലായ ശബരിമല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഭരണസമിതി അംഗങ്ങൾ, ശബരിമലയിലെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർ, ഇവരിൽ നിന്നൊക്കെ ലഭിച്ച വിവരങ്ങളാണ് ഇപ്പോൾ ഈ തന്ത്രി രാജീവ് കണ്ഠരക്ക് കുരുക്കായി മാറിയത്. പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ പ്രധാനപ്പെട്ട മൊഴികൾ അത് വലിയ കുരുക്കായി രാജീവ് കണ്ഠരക്ക് മാറുകയും ചെയ്തു. അങ്ങനെയാണ് തന്ത്രി രാജീവ് കണ്ഠരുടെ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. ഏറ്റവും അവസാന നിമിഷമാണ് ഈ അറസ്റ്റ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ അന്വേഷണം ഈ തന്ത്രി രാജീവ് കണ്ഠരുടെ അറസ്റ്റിൽ അവസാനിക്കുമോ എന്നത് പ്രധാന ചോദ്യമാണ്. ഇനി ഈ വലിയ തട്ടിപ്പിൽ മറ്റേതെങ്കിലും പ്രധാനികൾ ഉണ്ടോ? മാത്രവുമല്ല, അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെ പേര് പല ഘട്ടങ്ങളിലും ഉയരുന്നുണ്ട്. ആരോപണങ്ങൾ പ്രതിപക്ഷം പലതവണ കടകംപള്ളിയിലേക്ക് ഉയർത്തിയതാണ്. കടകംപള്ളിയെ കൂടി ഈ കേസിൽ പ്രതിയാക്കുമോ എന്ന ചോദ്യമുണ്ട്. ഇനി ഈ രാജീവ് കണ്ഠരുടെ അറസ്റ്റും തുടർന്നുള്ള ചോദ്യം ചെയ്യൽ, അതിൻ്റെ നടപടിക്രമങ്ങളിലൂടെ കടകംപള്ളിയിലേക്ക് വിവരങ്ങൾ, കടകംപള്ളിയുടെ പങ്കാളിത്തത്തിലേക്ക് എത്തിക്കുന്ന വിവരങ്ങൾ ലഭിക്കുമോ എന്നൊക്കെ പ്രധാനമാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള അന്വേഷണ സംഘത്തിൻ്റെ ഓരോ നീക്കവും പ്രധാനമാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലമാണ്. 1-2 മാസത്തിനപ്പുറത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമാകും. ആ ഘട്ടത്തിൽ പ്രത്യേകിച്ച് എതിരാളികൾ രാഷ്ട്രീയമായി ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ആയുധമാക്കി UDF മുന്നോട്ട് പോകുമ്പോൾ സർക്കാർ പ്രതിരോധത്തിലായ ഘട്ടത്തിലാണ് ഇപ്പോൾ ശബരിമലയിലെ മുൻ തന്ത്രിയായ രാജീവ് കണ്ഠർ അന്വേഷണ സംഘത്തിൻ്റെ പിടിയിലാവുന്നത്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന ഈ അന്വേഷണത്തിൽ ഏറ്റവും തന്ത്രപ്രധാനമായ നീക്കം അന്വേഷണ സംഘം നടത്തുന്നു. അതും ദിവസങ്ങളായി രഹസ്യമായി നടത്തിയ തെളിവ് ശേഖരണം. അതിനൊടുവിലാണ് തന്ത്രിയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഹരിമോഹനിലേക്ക് പോകുന്നു. ഹരി, ഈ കുറിപ്പ് നൽകിയത്, അതായത് ചെമ്പ് തെളിഞ്ഞതിനാൽ സ്വർണം പൂശാൻ കൊണ്ടുപോകാമെന്ന കുറിപ്പ് നൽകിയത് തന്ത്രിയാണെന്ന വിവരം കൂടി പുറത്തു വരികയാണല്ലേ? എന്താണ് വിശദാംശങ്ങൾ? റോഷ്നി, തീർച്ചയായിട്ടും അത് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് കൂടിയായി തന്ത്രിക്കെതിരെ മാറുന്നു എന്നുള്ളതാണ്. അതായത് ഈ സ്വർണം പൂശാനുള്ള അനുമതി അതൊരു കുറിപ്പിന്റെ സ്വഭാവത്തിൽ, കുറിപ്പിന്റെ രൂപത്തിൽ തുടക്കം മുതൽക്ക് തന്നെ ഉണ്ടായിരുന്നു. അതിന്മേലാണ് പിന്നീടുള്ള ഫയൽ നീക്കം നടക്കുന്നത്. അതായത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാണ് ഇതിന്റെ എല്ലാ അനുമതികളും രേഖകൾ പ്രകാരം നൽകിയത് എന്ന് പറയുമ്പോൾ പോലും ആ രേഖകൾ, ആ ഫയൽ നീക്കം തുടങ്ങാൻ കാരണമായത് തന്ത്രി കണ്ഠര രാജീവിന് കൊടുത്ത ഒരു കുറിപ്പാണ്. അതായത് 1998 സ്വർണം പൊതിഞ്ഞതാണ് ശബരിമലയിലെ ഉരുപ്പടികൾ. ആ ഉരുപ്പടികളിൽ ചെമ്പ് തെളിഞ്ഞു, അതുകൊണ്ട് സ്വർണം പൂശാൻ ആയി കൊണ്ടുപോകാം എന്നുള്ള ഒരു കുറിപ്പ് തന്ത്രി ദേവസ്വം ബോർഡിന് നൽകിയിട്ടുണ്ട്. അതിന്മേലാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു ഫയൽ നീക്കം തുടങ്ങിയത്. പക്ഷേ ഈ കുറിപ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ചെമ്പ് തെളിഞ്ഞതിനാൽ കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ പോലും 98 വിജയ് മല്യയുടെ UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞു എന്നുള്ള കാര്യം അതിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതിനുശേഷം ഈ ഫയൽ നീക്കം നടക്കുമ്പോൾ മുരാരി ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥർ, മുരാരി ബാബുവാണ് ആദ്യം ഇത് തുടങ്ങുന്നത്, ഈ ഫയൽ നീക്കം ഔദ്യോഗികമായി തുടങ്ങുന്നത്. പക്ഷെ അങ്ങനെ തുടങ്ങുന്ന ഒരു
ഒരു ഫയലിൽ ചെമ്പുപാളികൾ എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. അങ്ങനെ ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്താനുള്ള കാരണമായി മാറിയത് ഈ തന്ത്രി കൊടുത്തിട്ടുള്ള ഈ അനുമതിക്കുറിപ്പ്, അനുമതി അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അനുജ്ഞ, ആ അനുജ്ഞ നൽകിക്കൊണ്ടുള്ള കുറിപ്പിലാണ് പിന്നീടുള്ള എല്ലാ ഫയൽ നീക്കങ്ങളും ഉണ്ടായത് എന്നുള്ളതാണ് SIT കണ്ടെത്തിയിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇതിന്റെ തുടക്കം എവിടെ നിന്നാണ് എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അതായത് ഈ ഔദ്യോഗിക നീക്കങ്ങളെല്ലാം ആരംഭിക്കുന്നതിന് മുമ്പ് ഇതിന് അനുമതി ലഭിക്കേണ്ടതുണ്ട്. അതായത് അനുമതി എന്ന് പറയുന്നത് കൃത്യമായി തന്ത്രി കണ്ഠര് രാജീവർ, ആരാണോ തന്ത്രി, ആ തന്ത്രിയിൽ നിന്ന് കൃത്യമായി അനുജ്ഞ ലഭിക്കണം. ആ പാളികൾ കൊണ്ടുപോകുന്നതിന് അനുമതി മറ്റാര് നൽകിയാലും തന്ത്രി നൽകിയില്ലെങ്കിൽ അത് കൊണ്ടുപോകാൻ കഴിയില്ല. മാത്രമല്ല സന്നിധാനത്ത് വെച്ച് തന്നെ അതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തണം എന്നുള്ള ഒരു നിബന്ധന ദേവസ്വം മാനുവലിന്റെ ചട്ടപ്രകാരം ഉണ്ട് എന്നിരിക്കെ അത് തന്ത്രി അത് മറികടന്നുകൊണ്ട് അത് പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് പറയുന്നതാണ് ഈ കേസിലെ അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിലേക്ക് നയിക്കാനുള്ള ഒരു പ്രധാന കാര്യം എന്നുള്ളതാണ്, അല്ലെങ്കിൽ കാരണം എന്നുള്ളതാണ് SIT ചൂണ്ടിക്കാണിക്കുന്നത്. അവിടെ തന്ത്രി നടത്തിയിട്ടുള്ള ഇടപെടൽ എന്തിനു വേണ്ടിയായിരുന്നു? അതൊരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് SITയുടെ മുമ്പിലുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ആ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയുള്ള ഇടപെടലായിരുന്നെങ്കിൽ അത് എങ്ങനെയൊക്കെയാണ് ആ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞത്? അത് ഏതെങ്കിലും നിലയിൽ അക്കൗണ്ട് വഴിയുള്ള പണമിടപാടാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലമിടപാടാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ SIT കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ തന്ത്രിയുടെ അനുജ്ഞ അതെല്ലാത്തിനും കാരണമായി മാറിയിട്ടുണ്ട്. അത് പിന്നീട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അങ്ങനെ ഒരു അനുജ്ഞ ലഭിക്കുമ്പോൾ, തന്ത്രിയുടെ അനുജ്ഞ ലഭിക്കുമ്പോൾ ഇതെല്ലാം അറിയാമായിരുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ സ്വാഭാവികമായിട്ടും അതിൽ ഫയൽ നീക്കം തുടങ്ങും. ആ ഫയൽ നീക്കമാണ് പിന്നീട് നമ്മൾ കണ്ടതെല്ലാം തന്നെ. അതിനിടയ്ക്ക് തന്നെയാണ് ദേവസ്വം ബോർഡ് ഭരണസമിതിയും ഇതിനുള്ള ഒരു ശ്രമം നടത്തി തുടങ്ങിയത്. അതായത് ഇവരെല്ലാം പരസ്പരം കണക്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഈ കേസിലെ കണ്ണികളാണ്. പക്ഷേ ആ കണ്ണികൾക്കെല്ലാം മുകളിൽ പ്രവർത്തിച്ചിരുന്ന ദൈവതുല്യനായ ഒരു വ്യക്തിയാണ് തന്ത്രി കണ്ഠര് രാജീവർ എന്നുള്ളതാണ് അന്വേഷണത്തിൽ SITക്ക് ബോധ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിലൊരു അനുമതി ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ, അതായത് കൃത്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റി രേഖാമൂലം ഒരു അനുമതി ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു അനുമതി ആവശ്യപ്പെടുന്ന സമയത്ത് അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ദേവസ്വം ബോർഡ് ഭരണസമിതി തീരുമാനിക്കണം, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും അതിന്റെ ഫയൽ നീക്കങ്ങൾ തുടങ്ങണം. പക്ഷേ അതിനെല്ലാം മുന്നോടിയായി ദേവസ്വം ബോർഡ് ഭരണസമിതി ആദ്യം ഇക്കാര്യത്തിൽ എതിർപ്പുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് തന്ത്രിയുടെ ഭാഗത്തു നിന്നാണ്. ഇവർക്കെല്ലാവർക്കും പരസ്പരം അറിയാം ഇത് എന്തിനു വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ആരാണ് കൊണ്ടുപോകുന്നത്, എവിടേക്കാണ് കൊണ്ടുപോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് തന്നെ അതൊരു പേരിന് വേണ്ടിയുള്ള അനുമതി ചോദിക്കൽ മാത്രമായിരുന്നു. പക്ഷേ അത് രേഖകളിൽ കാണിക്കാൻ വേണ്ടി മാത്രം അതൊരു കുറിപ്പിന്റെ രൂപത്തിലേക്ക് തന്ത്രി നൽകുകയും ചെയ്തു. അങ്ങനെയാണ് ഇത് പുറത്തേക്ക് കൊണ്ടുപോകാം എന്നുള്ള അനുമതി നൽകിയത്. അതും ദേവസ്വം മാനുവൽ ലംഘിച്ചുകൊണ്ട് രേഖകളിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് ഈ പറയുന്ന ഉദ്യോഗസ്ഥരെല്ലാം അതിന് കൂട്ടുനിൽക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ തന്ത്രിക്കെതിരായി ലഭിച്ചിരിക്കുന്ന തെളിവുകളെല്ലാം അറസ്റ്റിന് പര്യാപ്തമാണ് എന്നുള്ളത് SITക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതി ചേർത്തുകൊണ്ടുള്ള വിവിധ വകുപ്പുകൾ ചേർത്തുകൊണ്ടുള്ള ഈ അറസ്റ്റ് രേഖപ്പെടുത്തൽ നടന്നിരിക്കുന്നത്. റോഷ്നി.